ഫങ്ഷണൽ അനാലിസിസിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഓപ്പറേറ്റേഴ്സ് ഓഫ് ഫൈനൈറ്റ് റാങ്ക്. ലെറ്റ് എ ഫ്രം എക്സ് ടു വൈ be a linear operator. The rank of A is defined as dimension of A of x. A of x means this is nothing but image of A. Image of A യുടെ ഡയമെൻഷൻ എന്താണോ അതിനെയാണ് നമ്മൾ റാങ്ക് ഓഫ് എ എന്ന് വിളിക്കുന്നത്. സോ ഓപ്പറേറ്റർ എ ഹാസ് ഫൈനൈറ്റ് റാങ്ക് എന്ന് നമ്മൾ പറയുന്നത് ഇഫ് റാങ്ക് ഓഫ് എ ഈസ് ലെസ് ദാൻ ഇൻഫിനിറ്റി ഓർ റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ നാച്ചുറൽ നമ്പർ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ വി സേ ദാറ്റ് ദിസ് ഓപ്പറേറ്റർ എ ഹാസ് ഫൈനൈറ്റ് റാങ്ക്. ഇങ്ങനെ ഫൈനൈറ്റ് റാങ്ക് ഉള്ള ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ സെക്ഷനിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഫൈനൈറ്റ് റാങ്ക് ഉള്ള ഒരു ഓപ്പറേറ്ററിന് എക്സാമ്പിൾ കാണാം. ഞാനിപ്പോൾ L2-വിൽ നിന്ന് L2-വിലേക്കുള്ള ഒരു ഓപ്പറേറ്ററാണ് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. ആദ്യം ഞാൻ ഒരു നാച്ചുറൽ നമ്പർ ഫിക്സ് ചെയ്തു ആൻഡ് എ ഫ്രം L2 ടു L2 ഈസ് ഡിഫൈൻഡ് ആസ് L2 നമുക്കറിയാം സീക്വൻസ് സ്പേസ് ആണ്. അതിലുള്ള ഒരു സീക്വൻസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് x1 x2 എക്സെട്ര xk എക്സെട്ര. എ എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഞാൻ അതിൽ അപ്ലൈ ചെയ്യുമ്പോൾ അതിലെ ആദ്യത്തെ n ടേംസ് അങ്ങനെ തന്നെ നിൽക്കണു, ബാക്കി എല്ലാവരും 0 ആയി പോകുന്നു. ഓക്കെ, സോ ഇതാണ് എ എന്ന് പറയുന്ന ഓപ്പറേറ്റർ എങ്കിൽ നമുക്ക് ഈ എയുടെ ഇമേജിലുള്ളവരെല്ലാം ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ അതിന് n പൊസിഷൻസിലെ നമുക്ക് നോൺ സീറോ എൻട്രീസ് വന്നിട്ടുള്ളൂ, ബാക്കി എല്ലാവരും 0 സോ നമുക്ക് n വെക്റ്റേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ സേ E1 E2 എക്സെട്ര En എടുത്തു കഴിഞ്ഞാൽ ആ n ആൾക്കാരെ ഉപയോഗിച്ച് നമുക്ക് ഇമേജ് ഓഫ് എയെ സ്പാൻ ചെയ്യാൻ പറ്റും. സോ വി ക്യാൻ സേ ദാറ്റ് ഡയമെൻഷൻ ഓഫ് ഇമേജ് ഓഫ് എ ഈസ് n. ദാറ്റ് മീൻസ് റാങ്ക് ഓഫ് എ ഈസ് n. ഇവിടെ ഈ ഓപ്പറേറ്റർ ബൗണ്ടഡ് ആയിട്ടുള്ള ഒരു ലീനിയർ ഓപ്പറേറ്ററാണ്. കാരണം ഇവിടെ നോം ഓഫ് എ എക്സ് എന്താണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ദിസ് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എക്സ്. കാരണം നമുക്ക് നോം എക്സ് L2 നോമാണ് നമ്മളിവിടെ എടുക്കുന്നത്. ഓക്കെ, ഇവർ രണ്ടുപേരിലും നമ്മൾ എടുക്കുന്നത് L2 നോമാണ്. L2 നോം എന്ന് പറയുന്നത് സമ്മേഷൻ I ഈസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി അബ്സല്യൂട്ട് വാല്യൂ ഓഫ് xi സ്ക്വയർ ദ ഹോൾ പവർ 1/2 ആണ് എന്ന് നമുക്കറിയാം. ഇതാണ് നമ്മുടെ നോം എക്സ്. എ ഓഫ് എക്സ് കാണുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നോം ഓഫ് എ എക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് സമ്മേഷൻ I ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി ഇല്ല 1 ടു n അബ്സല്യൂട്ട് വാല്യൂ ഓഫ് xi സ്ക്വയർ ദ ഹോൾ പവർ 1/2 എന്നാണ് കിട്ടുക. ഇവിടെ ഇൻഫിനിറ്റ്ലി മെനി ടേംസ് എടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഫൈനൈറ്റ്ലി മെനി ടേംസേ എടുക്കുന്നുള്ളൂ. സോ നോം ഓഫ് എ എക്സ് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എക്സ് ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് എക്സ്. അപ്പോൾ ഉറപ്പായിട്ടും ഈ എ എന്ന് പറയുന്നത് ഒരു ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ ആണ്. മാത്രമല്ല അതിൻ്റെ നോം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കുകയും ചെയ്യും. സോ ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ an ഓപ്പറേറ്റർ വിത്ത് ഫൈനൈറ്റ് റാങ്ക്. നമുക്കിനി അടുത്തൊരു എക്സാമ്പിൾ കാണാം. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ എക്സാമ്പിളിൻ്റെ ഒരു ജനറലൈസേഷൻ എന്ന് ചിന്തിക്കാം. ലെറ്റ് എക്സ് ആൻഡ് വൈ ബി ബാനാക് സ്പേസസ്. ഫോർ I ഈക്വൽ ടു 1 2 3 എക്സെട്ര അപ് ടു n ചൂസ് yi in capital Y and fi in x star. അതായത് നമ്മൾ yiലുള്ള n ആൾക്കാരെ ചൂസ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ എക്സ് സ്റ്റാർ എക്സിൻ്റെ ഡുവൽ സ്പേസിലുള്ള n ലീനിയർ ഫങ്ഷണൽസിനെയും ചൂസ് ചെയ്തിരിക്കുകയാണ്. ആൻഡ് ഈ yiസും fiസും ഉപയോഗിച്ച് ഞാനൊരു ഓപ്പറേറ്റർ എക്സിൽ നിന്ന് വൈയിലേക്ക് ഡിഫൈൻ ചെയ്യാണ്. ഐ എം ഡിഫൈനിങ് എ ഫ്രം എക്സ് ടു വൈ ആസ് ax ഈക്വൽ ടു സമ്മേഷൻ I ഈക്വൽ ടു 1 ടു n fix yi. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇമേജ് ഓഫ് എയെ ഈ fi ഓഫ് എക്സ് എന്ന് പറയുന്നത് അതൊരു സ്കെയിലാറാണ്. ദിസ് ഈസ് എൻ എലമെൻറ്റ് ഓഫ് k ആൻഡ് yi's ആർ ഇൻ y. ഓക്കെ, ഇമേജ് ഓഫ് എയെ സ്പാൻ ചെയ്യാനായിട്ട് നമുക്ക് y1 y2 എക്സെട്ര yn ഉണ്ടെങ്കിൽ സാധിക്കും. സോ സ്പാൻ ഓഫ് y1 y2 എക്സെട്ര yn എന്ന് പറയുന്നത് ഇമേജ് ഓഫ് എ ആയിരിക്കും.
അതായത് ഇമേജ് ഓഫ് എയുടെ ഡയമെൻഷൻ വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ. ഈ വൈ ഐസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് എടുത്തതെങ്കിൽ ഇമേജ് ഓഫ് എയുടെ ഡയമെൻഷൻ എക്സാക്ട്ലി ഈക്വൽ ടു എൻ എന്ന് പറയാം. ഇവിടെ നമ്മൾ ആർബിട്രറി ആയിട്ടാണ് വൈ ഐസിനെ ചൂസ് ചെയ്തിരിക്കുന്നത്. സോ ഡയമെൻഷൻ ഓഫ് ഇമേജ് ഓഫ് എ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ആയിരിക്കും ഇവിടെ. അതായത് എ ഫൈനൈറ്റ് റാങ്കുള്ള ഒരു ഓപ്പറേറ്ററാണ്. ഓക്കെ, ഡയമെൻഷൻ ഓഫ് എ ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ. ഇവിടെയും നമ്മളിപ്പോൾ ഡിഫൈൻ ചെയ്ത എ എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഒരു ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോം ഓഫ് എ എക്സ് എന്ന് പറഞ്ഞാൽ സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n എഫ് ഐ എക്സ് വൈ ഐ എന്നുള്ളതാണ്. ഓക്കെ, ഇതിനെ നമുക്ക് നോമിൻ്റെ ട്രയാങ്കിൾ ഇനീക്വാലിറ്റി, പിന്നെ നമുക്ക് സ്കെയിലാർ ഔട്ട് സൈഡ് എടുക്കാം. സ്കെയിലാർ നോമിൽ നിന്ന് പുറത്ത് കൊണ്ടുവരുമ്പോൾ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ദാറ്റ് എന്നുള്ള രീതിയിൽ എഴുതണം എന്നുള്ള ആ രണ്ട് പ്രോപ്പർട്ടീസ് ഞാൻ ഉപയോഗിക്കുകയാണ്. അതായത് ഞാൻ ഉപയോഗിക്കുന്നത് നോം ഓഫ് എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എക്സ് പ്ലസ് നോം വൈ എന്നുള്ള പ്രോപ്പർട്ടിയും നോം ഓഫ് സി എക്സ് ഈക്വൽ ടു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് സി ഇൻറ്റു നോം എക്സ്, ഈ രണ്ട് പ്രോപ്പർട്ടീസും ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുകയാണ്. സോ ദാറ്റ് ഐ ക്യാൻ റൈറ്റ് ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എഫ് ഐ ഓഫ് എക്സ് ഇൻറ്റു നോം ഓഫ് വൈ ഐ എന്നെഴുതാൻ പറ്റും. ഓക്കെ, സോ എഫ് ഐസ് എന്ന് പറയുന്നത് ദേ ആർ ലീനിയർ ഫങ്ഷണൽസ് ഓൺ എക്സ്. ബൗണ്ടഡ് ലീനിയർ ഫങ്ഷണൽസ് ഓൺ എക്സ് ആണ് ഈ എഫ് ഐകൾ. അപ്പോൾ എഫ് ഐ ബൗണ്ടഡ് ആയതുകൊണ്ട് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എഫ് ഐ ഓഫ് എക്സ് എന്നുള്ളതിനെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എഫ് ഐ ഇൻറ്റു നോം എക്സ് എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ഐ ഈക്വൽ ടു 1 to n അങ്ങനെ സമ്മേഷനിൽ നമുക്ക് n ടേംസ് ഉണ്ട്. ആ n ടേംസിലും നോം എക്സ് എന്നുള്ള ആൾ റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഐ എം ടേക്കിംഗ് ഇറ്റ് ഔട്ട് സൈഡ്. സോ ദിസ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n നോം ഓഫ് എഫ് ഐ ഇൻറ്റു നോം ഓഫ് വൈ ഐ ഹോൾ പ്രൊഡക്റ്റ് വിത്ത് നോം എക്സ് ആൻഡ് ദിസ് ഇസ് ട്രൂ ഫോർ എവറി എക്സ് എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ എക്സ്. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്? ഇപ്പോൾ ദിസ് ഇസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ്. അപ്പോൾ ഇതൊരു കോൺസ്റ്റൻ്റ് ആണ്, ബിക്കോസ് നമ്മൾ വൈ ഐസിനെയും എഫ് ഐസിനെയും ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കിട്ടിയിരിക്കുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. സേ ക്യാപിറ്റൽ സി എന്ന് വിളിച്ചോളൂ. സോ വാട്ട് വി ഹാവ് ഇസ് നോം ഓഫ് എ എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സം കോൺസ്റ്റൻറ്റ് ഇൻറ്റു നോം എക്സ് ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് എക്സ് എന്നാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. ദാറ്റ് മീൻസ് എ ഈസ് എ ബൗണ്ടഡ് ഓപ്പറേറ്റർ ആൻഡ് നോം ഓഫ് എ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദിസ് സി. സിയുടെ സ്ഥാനത്ത് ഇപ്പോൾ നമുക്കുള്ളത് സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n നോം എഫ് ഐ ഇൻറ്റു നോം വൈ ഐ ആണ് കയ്യിലുള്ളത്. സോ നമ്മളിപ്പോൾ ഡിഫൈൻ ചെയ്ത എ എന്ന് പറയുന്നത് ഒരു ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ ആണെന്ന് കിട്ടി. ഇനി നമ്മളിതിൻ്റെ ഡുവൽ എന്താണെന്നൊന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ഫൈ എലമെൻറ്റ് ഓഫ് വൈ സ്റ്റാർ ആണെന്ന് വിചാരിക്കുക. ഡുവൽ ഓഫ് എ എന്ന് പറയുന്നത് എവിടെ നിന്ന് എങ്ങോട്ടുള്ള മാപ്പിംഗ് ആണ്? എ സ്റ്റാർ ഈസ് ഫ്രം വൈ സ്റ്റാർ ടു എക്സ് സ്റ്റാർ. ഇതെങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? സപ്പോസ് സം ഫൈ ഈസ് ഇൻ വൈ സ്റ്റാർ, വി ഡിഫൈൻ എ സ്റ്റാർ ഫൈ. സോ ഈ എ സ്റ്റാർ ഫൈ എന്ന് പറയുന്നത് എക്സ് സ്റ്റാറിലുള്ളതായിരിക്കണം. എക്സ് സ്റ്റാറിലുള്ള ആൾക്കാരെന്ന് പറയുന്നത് എക്സിലുള്ള ബൗണ്ടഡ് ലീനിയർ ഫങ്ഷണൽസ് ആണ്. സോ ഹൗ ദിസ് ആക്ട്സ് ഓൺ സ്മോൾ എക്സ് എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ എക്സ്? ദിസ് ഇസ് സെയിം ആസ് ഫൈ ഓഫ് എ എക്സ്. ഇതാണ് നമ്മുടെ ഡുവൽ ഓപ്പറേറ്ററിൻ്റെ ഡെഫിനിഷൻ. സോ ലെറ്റ് ഫൈ എലമെൻറ്റ് ഓഫ് വൈ സ്റ്റാർ ദെൻ ഫൈ ഓഫ് എ എക്സ് is same as a star phi of x. ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ എ സ്റ്റാർ എങ്ങനെ ഇരിക്കും എന്നാണ് നമ്മളിവിടെ ഇവാല്യൂറ്റ് ചെയ്യാൻ പോണത്. ഇപ്പോൾ നമുക്ക് എ എക്സ് എന്ന് പറയുന്നത് സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n എഫ് ഐ ഓഫ് എക്സ് ഇൻറ്റു വൈ ഐ ആണ്. സോ ഫൈ ഓഫ് ദിസ്. ഇവിടെ എഫ് ഐ എന്ന് പറയുന്നത് എല്ലാ എഫ് ഐ എക്സുകളും സ്കെയിലാറാണ്. ഫോർ ഐ ഈക്വൽ ടു 1 to n എഫ് ഐ ഓഫ് എക്സുകളെല്ലാം സ്കെയിലാസ് ആണ്. ആൻഡ് വൈ ഐസ് ആർ വെക്റ്റേഴ്സ് ഇൻ ക്യാപിറ്റൽ വൈ. സോ ഫൈ എന്ന് പറയുന്നത് വൈ സ്റ്റാറിലുള്ളതാണ് എന്ന് പറയുമ്പോൾ ദിസ് ഫൈ ഈസ് ഫ്രം വൈ ടു കെ. ഫൈ ആക്ട് ചെയ്യാൻ പോകുന്നത് വൈയിലുള്ള വെക്റ്റേഴ്സിലാണ്. ഓക്കെ, സോ ഫൈ ലീനിയറും കൂടി ആയതുകൊണ്ട് നമുക്ക് ഇതിനെ സമ്മേഷൻ
I is equal to 1 to n fi of x into phi of yi എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇതിനെ ഇവിടെ i വാരീസ് ഫ്രം 1 to n, അതിനനുസരിച്ച് yi's മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ fi's മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ x നമ്മളവിടെ ഫിക്സഡ് ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ എനിക്കിതിനെ സമ്മേഷൻ i ഈക്വൽ ടു 1 to n phi of yi ഇൻറ്റു fi ഓഫ് എക്സ് എന്ന് എഴുതാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ phi of yiകളെല്ലാം ഇപ്പോൾ സ്കെയിലേഴ്സാണ് ആൻഡ് fiകളെല്ലാം എക്സ് സ്റ്റാറിലുള്ളവരാണ്. സോ എക്സ് സ്റ്റാറിലുള്ള n ബൗണ്ടഡ് ലീനിയർ ഫങ്ഷണൽസിൻ്റെ ലീനിയർ കോമ്പിനേഷനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. എക്സ് സ്റ്റാർ ഒരു വെക്ടർ സ്പേസ് ആയതുകൊണ്ട് ഈ ലീനിയർ കോമ്പിനേഷൻ എക്സ് സ്റ്റാറിലുള്ളതാണ്. എക്സ് സ്റ്റാറിലുള്ള ആൾക്കാരെന്ന് പറയുന്നത് ദേ ആർ ബൗണ്ടഡ് ലീനിയർ ഫങ്ഷണൽസ് ഫ്രം എക്സ് ടു കെ. സോ ഹൗ ഇറ്റ് ആക്ട്സ് ഓൺ എക്സ്, ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ഈ പറയുന്ന ഈ ഓപ്പറേറ്ററിനെ, അതായത് എക്സ് സ്റ്റാറിലുള്ള ഈ ഒരാളെ എ സ്റ്റാർ ഫൈ ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യാണ്. സോ എ സ്റ്റാർ ഫൈ ഇസ് ഈക്വൽ ടു സമ്മേഷൻ i ഈക്വൽ ടു 1 to n phi ഓഫ് yi fi. സോ ഇപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ കിട്ടിയിരിക്കുന്നത് phi of ax is equal to a star phi on x. ഓക്കെ, ഇപ്പം നമ്മളിവിടെ എ എന്ന് പറയുന്ന ഓപ്പറേറ്ററിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്, സമ്മേഷൻ i ഈക്വൽ ടു 1 to n fi ഓഫ് എക്സ് yi. എ എങ്ങനെ എക്സിൽ ആക്ട് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ഈ എ എന്നുള്ള ഓപ്പറേറ്ററിനെ എനിക്ക് ഇങ്ങനെ പറയാം, എ ഏത് വെക്ടറിലാണോ ആക്ട് ചെയ്യുന്നത് അതിൻ്റെ ഇമേജ് എന്ന് പറയുന്നത് സമ്മേഷൻ i ഈസ് ഈക്വൽ ടു 1 to n fi. അപ്പോൾ ഇവിടെ വരുന്ന വെക്ടർ ഏതാണോ അത് തന്നെയാണ് ഇവിടെയും വരിക, ദെൻ yi. ഇതിനെ നമ്മൾ വേറൊരു രീതിയിൽ ഡിനോട്ട് ചെയ്യാണ്, സമ്മേഷൻ i ഈസ് ഈക്വൽ ടു 1 to n fi yi പ്രോഡക്റ്റ് yi. ഓക്കെ, ഇതിനെ സാധാരണ ടെൻസർ പ്രോഡക്റ്റ് എന്നാണ് വിളിക്കുക. അപ്പോൾ ടെൻസർ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. ഇപ്പോൾ നിങ്ങളിതൊരു നൊട്ടേഷനായിട്ട് കണ്ടാൽ മതി. എ ഓഫ് എക്സ് ഈക്വൽ ടു സമ്മേഷൻ i ഈക്വൽ ടു 1 to n fi ഓഫ് എക്സ് ഇൻറ്റു yi എന്ന് എഴുതുന്നതിന് പകരം നമ്മൾ എഴുതുന്ന ഒരു നൊട്ടേഷനാണ് എ ഈസ് ഈക്വൽ ടു സമ്മേഷൻ i ഈക്വൽ ടു 1 to n fi ടെൻസർ പ്രൊഡക്റ്റ് വിത്ത് yi. ഓക്കെ, ഇപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഇതാണ്, എക്സും വൈയും രണ്ട് ബനാക് സ്പേസസ് ആണ്. നമ്മൾ വൈയിലുള്ള n വെക്റ്റേഴ്സ് എടുത്തു, എക്സ് സ്റ്റാറിലുള്ള n ബൗണ്ടഡ് ലീനിയർ ഫങ്ഷണൽസ് എടുത്തു. അവരുപയോഗിച്ചുകൊണ്ട് നമ്മളൊരു ബൗണ്ടഡ് ആയിട്ടുള്ള ഫൈനൈറ്റ് ട്രയാങ്കിളുള്ള ഒരു ഓപ്പറേറ്റർ ഡിഫൈൻ ചെയ്തു. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ എന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എവറി ഓപ്പറേറ്റർ ഓഫ് ഫൈനൈറ്റ് റാങ്ക് ക്യാൻ ബി റിട്ടൺ ഇൻ ദാറ്റ് ഫോം. നമ്മളിപ്പോൾ എഴുതിയില്ലേ, എ ഈസ് ഈക്വൽ ടു സമ്മേഷൻ i ഈസ് ഈക്വൽ ടു 1 to n fi this is not right. fi ടെൻസർ പ്രൊഡക്റ്റ് വിത്ത് yi എന്ന് എഴുതിയല്ലോ. ഏത് ഓപ്പറേറ്റർ ഓഫ് ഫൈനൈറ്റ് റാങ്ക് എടുത്തു കഴിഞ്ഞാലും അതിനെ ഈ ഫോമിൽ എഴുതാൻ പറ്റും, ഏത് ബൗണ്ടഡ് ഓപ്പറേറ്റർ ഓഫ് ഫൈനൈറ്റ് റാങ്ക്. ഓക്കെ, എവരി ബൗണ്ടഡ് ഓപ്പറേറ്റർ ഓഫ് ഫൈനൈറ്റ് റാങ്ക് മേ ബി റിട്ടേൺ ഇൻ ദിസ് ഫോം. അപ്പോൾ പിന്നെ ഇനി ഏത് ബൗണ്ടഡ് ആയിട്ടുള്ള ഫൈനൈറ്റ് റാങ്ക് ഉള്ള ഓപ്പറേറ്റർ എടുത്താലും അതിന് ഈ ഒരു ഫോമാണ് ഉണ്ടാവുക എന്ന് ഉറപ്പായി. കാരണം ഇത് ബൗണ്ടഡ് ഓപ്പറേറ്റർ ആണെന്നും അതിന് ഫൈനൈറ്റ് റാങ്ക് ആണെന്നും ഓൾറെഡി നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പറയുന്നു ബൗണ്ടഡ് ഓപ്പറേറ്റർ വിത്ത് ഫൈനൈറ്റ് റാങ്ക് എല്ലാം ഈ ഫോമിലുള്ളതായിരിക്കും. സോ നമ്മളതിനെ കൃത്യമായിട്ട് ക്യാരക്ടറൈസ് ചെയ്തു. വി ഹാവ് ക്യാരക്ടറൈസ്ഡ് എ ബൗണ്ടഡ് ഓപ്പറേറ്റർ ഓഫ് ഫൈനൈറ്റ് റാങ്ക്. ഇത് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവാണ്. സപ്പോസ് എ ഈസ് ബൗണ്ടഡ് ആൻഡ് റാങ്ക് ഓഫ് എ ഈസ് ഈക്വൽ ടു n.
ഇതൊക്കെ നമ്മൾ അസ്യൂം ചെയ്തു. റാങ്ക് ഓഫ് എ ഈക്വൽ ടു എൻ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? റാങ്ക് ഓഫ് എ ഈക്വൽ ടു എൻ മീൻസ് ഡയമെൻഷൻ ഓഫ് ഇമേജ് ഓഫ് എ, അതായത് എ ഓഫ് എക്സ് അല്ലെങ്കിൽ ഇമേജ് ഓഫ് എ എന്ന് പറയുന്നത് എൻ ആണ്. ഈ എ ഓഫ് എക്സ് എന്ന് പറയുന്നതാണെങ്കിലോ, എ ഓഫ് എക്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇമേജ് ഓഫ് എ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സബ്സ്പേസ് ഓഫ് വൈ ആൻഡ് ഇറ്റ്സ് ഡയമെൻഷൻ ഇസ് ഈക്വൽ ടു എൻ എന്ന് പറയുമ്പോൾ ഈ ഇമേജ് ഓഫ് എക്ക് അല്ലെങ്കിൽ എ ഓഫ് എക്സിന് നമുക്ക് ഉറപ്പായിട്ടും എൻ എലമെൻറ്റ്സ് ഉള്ള ബേസിസ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ഒരു ബേസിസ് ആയിട്ട് നമ്മൾ y1 y2 എക്സെട്ര yn ചൂസ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ഹാൻബനാക് തിയറത്തിൻ്റെ കൊറോളറീസ് പഠിച്ചപ്പോൾ ഒരു ബൈ ഓർത്തോഗണൽ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സംഭവം പഠിച്ചിരുന്നു. അതായത് ലെറ്റ് x1 x2 എക്സെട്ര xn ആർ ഇൻ എക്സ് ആൻഡ് ഇവർ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ദർ എക്സിസ്റ്റ് f1 f2 എക്സെട്ര fn ഇൻ x സ്റ്റാർ സച്ച് ദാറ്റ് fi of xj equal to delta ij and every x in the span of x1 x2 etc xn can be decomposed as summation I is equal to 1 to n fi of x into xi. ഇങ്ങനെ നമ്മളൊരു റിസൾട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ y1 y2 എക്സെട്ര yn എന്ന് പറയുന്നത് ഇമേജ് ഓഫ് എയുടെ ബേസിസ് ആണെന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ബേസിസ് ആകുമ്പോൾ അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. ഓക്കെ, സോ y1 y2 എക്സെട്ര yn ഇസ് എ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ഇൻ y. സോ ദർ എക്സിസ്റ്റ് നമ്മൾ f1 f2 എക്സെട്ര fn എന്ന് വിളിച്ച സ്ഥാനത്ത് ഞാനിങ്ങനെ വിളിക്കുകയാണ് y1 സ്റ്റാർ y2 സ്റ്റാർ എക്സെട്ര yn സ്റ്റാർ ഇൻ y സ്റ്റാർ such that yi star on yj is equal to delta ij and any y element of span of y1 y2 etc yn. ഈ span of y1 y2 etc yn എന്ന് പറയുന്നത് ഇമേജ് ഓഫ് എ ആണ്. കാരണം y1 y2 etc yn എന്ന് പറയുന്നത് ഇമേജ് ഓഫ് എയുടെ ബേസിസ് ആയിട്ട് എടുത്തിരിക്കണേ നമ്മൾ. സോ അതിൻ്റെ സ്പാൻ എന്ന് പറയുന്നത് ഇമേജ് ഓഫ് എ ആണ്. സോ എനി y element of image of a can be decomposed as y is equal to summation I equal to 1 to n yi star of y into yi. ഇങ്ങനെ എഴുതാം. ഇനി y ഇമേജ് ഓഫ് എയിലുള്ളതാണ് എന്ന് പറയുമ്പോൾ y is equal to a of x for some x in x. സോ നമുക്ക് ഇവിടുത്തെ yൻ്റെ സ്ഥാനത്ത് ax എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ax is equal to summation I equal to 1 to n yi സ്റ്റാർ ax yi എന്ന് എഴുതാം. ഓക്കെ, ഇപ്പോൾ ഈ yi സ്റ്റാർ എന്ന് പറയുന്നത് ഒരു ഫൈ ആണെന്ന് വിചാരിക്കുക. സോ ഫൈ ഓൺ ax ഈസ് സെയിം ആസ് a സ്റ്റാർ ഫൈ ഓൺ x. അപ്പോൾ നമുക്കിവിടെ yi സ്റ്റാർ ഓൺ ax ക്യാൻ ബി റിട്ടൺ ആസ് a സ്റ്റാർ yi സ്റ്റാർ ഓൺ x ഇൻറ്റു yi. ഓക്കെ, ഇതിൽ ഈ എ സ്റ്റാർ yi സ്റ്റാർ എന്നുള്ളതിനെ നമ്മൾ fi എന്ന് വിളിക്കുകയാണ്. അപ്പോൾ ax ക്യാൻ ബി റിട്ടൺ ആസ് സമ്മേഷൻ, ദിസ് ഇസ് സെയിം ആസ് സമ്മേഷൻ I ഈസ് ഈക്വൽ ടു 1 to n. ഇതിനെ നമ്മൾ fi എന്ന് വിളിച്ചു. സോ fi ഓഫ് എക്സ് ഇൻറ്റു yi എന്ന് എഴുതാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ a ഈസ് ഈക്വൽ ടു സിഗ്മ I ഈക്വൽ ടു 1 to n fi ടെൻസർ പ്രൊഡക്റ്റ് വിത്ത് yi എന്ന് പറഞ്ഞത്. സോ നമ്മൾ നോട്ട് ചെയ്ത കാര്യം നമ്മളിവിടെ പ്രൂവ് ചെയ്തു. ഏത് ബൗണ്ടഡ് ആയിട്ടുള്ള ഫൈനൈറ്റ് ട്രയാങ്കിൾ ഓപ്പറേറ്റർ എടുത്താലും ഇറ്റ് ഈസ് ഓഫ് ദിസ് ഫോം. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി നമുക്കിവിടെ നോട്ട് ചെയ്യാൻ പറ്റും. എവറി ബൗണ്ടഡ് ഓപ്പറേറ്റർ ഓഫ് ഫൈനൈറ്റ് റാങ്ക് ഈസ് എ കോമ്പാക്റ്റ് ഓപ്പറേറ്റർ. ബൗണ്ടഡും ഫൈനൈറ്റ് റാങ്കും ആണെങ്കിൽ അതൊരു കോമ്പാക്റ്റ് ഓപ്പറേറ്റർ ആയിരിക്കും. പ്രൂവ് ചെയ്യാനായിട്ട് എ ഫ്രം എക്സ് ടു വൈ ബൗണ്ടഡ് ഓപ്പറേറ്റർ ആണെന്ന് എടുത്തു. അതിൻ്റെ റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് n ആണെന്നും എടുത്തു. അപ്പോൾ ഇമേജ് ഓഫ് എയുടെ ഡയമെൻഷൻ n ആണ്. അതായത് y1 y2 എക്സെട്ര yn ഇൻ
നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തത് പ്രകാരം ഏത് ബൗണ്ടഡ് ഓപ്പറേറ്റർ വിത്ത് ഫൈനൈറ്റ് റാങ്ക് എടുത്താലും അതിനെ നമുക്ക് എ ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഐ ഈസ് ഈക്വൽ ടു 1 to n എഫ് ഐ ടെൻസർ പ്രോഡക്റ്റ് വിത്ത് വൈ ഐ എന്നെഴുതാൻ പറ്റും എന്ന് നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തു. സോ കറസ്പോണ്ടിങ് ടു ദിസ് എ there exists y1, y2, etc. yn in image of A and f1, f2, etc. fn in x star such that A is equal to sigma I equal to 1 to n fi tensor product with yi. ഓക്കെ, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ എ എന്ന് പറയുന്നത് ഒരു കോമ്പാക്റ്റ് ഓപ്പറേറ്റർ ആണെന്ന് കാണിക്കണം. കോമ്പാക്റ്റ് ഓപ്പറേറ്റർ ആണെന്ന് കാണിക്കാൻ നമ്മൾ ചെയ്യുന്നത് ടേക്ക് യു എക്സ് ആസ് യൂണിറ്റ് ബോൾ ഇൻ എക്സ്, അതിൻ്റെ ഇമേജ് വൈയിലുള്ള ഒരു പ്രീ കോമ്പാക്റ്റ് സെറ്റാണ് എന്ന് പ്രൂവ് ചെയ്താൽ വി ആർ ഡൺ. ഓക്കെ, സോ വി വിൽ പ്രൂവ് ദാറ്റ് എ ഓഫ് യു എക്സ് ഈസ് എ പ്രീ കോമ്പാക്റ്റ് സെറ്റ് ഇൻ വൈ. അത് പ്രീ കോമ്പാക്റ്റ് സെറ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ഞാനൊരു വൈ എ ഓഫ് യു എക്സിൽ നിന്ന് എടുത്തു. ദെൻ നോം ഓഫ് വൈ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ഓഫ് എ ആയിരിക്കും. കാരണം എന്താണ്, വൈ എ ഓഫ് യു എക്സിലുണ്ട് എന്ന് വെച്ചാൽ ദിസ് വൈ ഈസ് ഈക്വൽ ടു എ എക്സ് ഫോർ സം എക്സ് ഇൻ യു എക്സ്. എക്സ് യു എക്സിലുണ്ട് എന്ന് വെച്ചാൽ നോം എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. ഓക്കെ, അപ്പോൾ നോം ഓഫ് വൈ എന്ന് പറയുന്നത് നോം ഓഫ് എ എക്സ് ആണ്. എ ഒരു ബൗണ്ടഡ് ഓപ്പറേറ്റർ ആയതുകൊണ്ട് ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എ ഇൻറ്റു നോം എക്സ് എന്ന് കിട്ടും. നോം എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയതുകൊണ്ട് ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ എ ഓഫ് യു എക്സിലുള്ള ഏത് വൈ എടുത്താലും അതിൻ്റെ നോം ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എ ആണ്. അതായത് എ ഓഫ് യു എക്സ് ഈസ് എ ബൗണ്ടഡ് സെറ്റ്. അത് ബൗണ്ടഡ് ആണെന്ന് മാത്രമല്ല, ഇറ്റ് ഈസ് എ ബൗണ്ടഡ് സബ്സെറ്റ് ഓഫ് ഫൈനൈറ്റ് ഡയമെൻഷണൽ സ്പേസ് ഇമേജ് ഓഫ് എ. എ ഓഫ് യു എക്സ് ആണല്ലോ, അപ്പോൾ ഈ എ ഓഫ് യു എക്സിലുള്ളവരെല്ലാവരും എന്തായാലും ഇമേജ് ഓഫ് എയിലുള്ളവരാണ്. സോ ദിസ് ഈസ് എ ബൗണ്ടഡ് സബ്സെറ്റ് ഓഫ് ഫൈനൈറ്റ് ഡയമെൻഷണൽ സ്പേസ് ഇമേജ് ഓഫ് എ. ഈ ഇമേജ് ഓഫ് എ എന്ന് പറയുന്നത് വൈയുടെ ഫൈനൈറ്റ് ഡയമെൻഷണൽ സ്പേസ് ആണ്. അതിൻ്റെ ഡയമെൻഷൻ n ആണ് എന്ന് നമ്മൾ എടുത്തിട്ടുള്ള സ്ഥിതിക്ക് നമ്മൾ വെക്ടർ സ്പേസസ് ഓവർ നോംഡ് ലീനിയർ സ്പേസസ് ഓവർ കെ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. സോ ഈ ഇമേജ് ഓഫ് എ എന്ന് പറയുന്നത് കെ പവർ n ആണ്. ഓക്കെ, ഇത് കെ പവർ n ആണെന്ന് പറയുമ്പോൾ ബോൾസാനോ-വയർസ്ട്രാസ് തിയറം നമുക്ക് കെ പവർ എന്നിൽ മുഴുവനും വാലിഡ് ആണ്. ഏത് ബൗണ്ടഡ് സീക്വൻസ് എടുത്തു കഴിഞ്ഞാലും അതിന് കൺവേർജൻറ്റ് സബ് സീക്വൻസ് ഉണ്ടാകും എന്നുള്ളത്. അപ്പോൾ ഇവിടെ കെ എന്നിനെ സംബന്ധിച്ചിടത്തോളം ഏത് ബൗണ്ടഡ് സീക്വൻസ് എടുത്താലും അതിന് കൺവെർജൻ്റ് ആയിട്ടുള്ള സബ് സീക്വൻസസ് ഉണ്ടാവും. സോ എ ഓഫ് യു എക്സ് ഒരു ബൗണ്ടഡ് സെറ്റ് ആയതുകൊണ്ട് അതിൽ നിന്നെടുക്കുന്ന എല്ലാ സീക്വൻസുകളും ബൗണ്ടഡ് സീക്വൻസുകളായിരിക്കും. അപ്പോൾ ഇമേജ് ഓഫ് എയിൽ അത് കൺവെർജൻ്റ് ആയിരിക്കും. ഓക്കെ, ഇമേജ് ഓഫ് എയിൽ കൺവെർജ് ചെയ്യുക എന്ന് വെച്ചാൽ എ ഓഫ് യു എക്സിൽ തന്നെ അതിൻ്റെ ലിമിറ്റ് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. എനിവേ അതൊരു കോഷി സീക്വൻസ് ആയിരിക്കും. ഓക്കെ, സോ ടേക്ക് എനി സീക്വൻസ് ഇൻ എ ഓഫ് യു എക്സ്, ഇറ്റ് വിൽ ബി എ ബൗണ്ടഡ് സീക്വൻസ് so that it will have a convergent subsequence in image of A. That means it is a Cauchy sequence in A of Ux. It will have a ഒരു കോഷി ആയിട്ടുള്ള സബ്സീക്വൻസ് ഈ നമ്മളെടുത്ത ബൗണ്ടഡ് സീക്വൻസിന് ഉണ്ടായിരിക്കും. ദാറ്റ് മീൻസ് എ ഓഫ് യു എക്സ് ഈസ് എ പ്രീ കോമ്പാക്റ്റ് സെറ്റ്. എ ഓഫ് യു എക്സ് പ്രീ കോമ്പാക്റ്റ് ആണെങ്കിൽ എ ഈസ് എ കോമ്പാക്റ്റ് ഓപ്പറേറ്റർ.